എന്നെ കളിപ്പിക്കുന്നു. ഇന്ന് നിന്നെ ഞാൻ വിടില്ല. എന്റെ ഉദ്ദേശം സാധിച്ചിട്ടേ ഞാൻ അടങ്ങൂ. നാണമില്ലാത്തവനെ, ഇങ്ങനെയാണ് ഒരു പെണ്ണിനോട് വീറ് കാണിക്കുന്നത്? ഞാൻ കാരണം ഈ നല്ലവനായ മനുഷ്യന് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. ഈ പാവം ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ആ ദുഷ്ടനായ മാരൻ എന്റെ എല്ലാം നശിപ്പിക്കുമായിരുന്നു. ക്ഷമിക്കുമല്ലേ, ഞങ്ങൾ കരുതൽ തെറ്റായിപ്പോയി. ഇദ്ദേഹം നിങ്ങളെ ഉപദ്രവിക്കുന്നല്ലോ എന്നോർത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ മാരൻ നിങ്ങളെ ഉപദ്രവിച്ചെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവനെ നിങ്ങൾ ശരിയാക്കിയത്. ഓഹോ, ആ മാരൻ മൂലമാണ് ഇതൊക്കെ സംഭവിച്ചതല്ലേ? ശരി. നീ എന്നെ ഇവിടെ കൊണ്ടുവന്നു അല്ലേ? വിഷമിക്കല്ല, അങ്ങക്ക് ഇവിടെ ഞാനുണ്ട്. ഇത് അങ്ങക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഇത് മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. കപ്പ. കപ്പ എനിക്ക് വലിയ ഇഷ്ടമാണ്. നീ എന്തിനാ കരയുന്നത്? ഒന്നുമില്ല. ശരി, എന്റെ അമ്മ ഇപ്പൊ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. ഞാൻ വരട്ടെ. അപ്പൊ ഞാൻ വരട്ടെ. ക്ഷമിക്കണം സർ, ഞങ്ങളിൽ നിന്ന് ഒരബദ്ധം പറ്റിപ്പോയി. സാരമില്ല, ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ ഞാൻ വരട്ടെ. എന്താ ഇത്ര ലേറ്റ്? അവരെ കാണുന്നില്ലല്ലോ. നമ്മുടെ ഡയമണ്ട്സ് വഴിയിലെവിടെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടിരിക്കുമോ? പോലീസ് കുടുങ്ങിയല്ലോ. ഇനി എന്താ ചെയ്യുക? സാർ ധൈര്യമായിരിക്കും. പോലീസിനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഗുഡ് മൈ ബോയ്. ബെസ്റ്റ് ഓഫ് ലക്ക്. പ്രൊസീഡ്.
താൻ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ഇനി നമ്മുടെ കയ്യിൽ കിട്ടാതിരിക്കില്ല. വരൂ. നിങ്ങൾ ആരാണ്? എന്ത് വേണം? ഗായത്രി, ഗായത്രി, ഞാൻ ബേബി, ഞാൻ ബേബി, ഞാൻ ബേബി, ഗായത്രി, ബേബി, ബേബി ഗായത്രി, അതെ, ഞാൻ ബേബി, ബേബി. നീ എന്റെ അടുത്ത് ഒളിച്ചു വെച്ചത്? ഒന്നുമില്ല. ഒന്നുമില്ലേ? എന്നാ ഞാനൊന്ന് നോക്കട്ടെ. ആഹാ, ഇതാണോ കാര്യം? ഇതെന്തിനാ അവിടെ വെക്കുന്നത്? നിങ്ങൾ എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കും. അത് ശരി. എന്നാലേ ഞാൻ എന്നും നിന്റേത് മാത്രം. ബേബി, 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 ബേബി. അതെ, ബേബി തന്നെ, നിന്റെ പഴയ ബേബി. ഗായത്രി, ഗായത്രി, നീ എങ്ങനെ ഇവിടെ എത്തി? നീ വല്ലാതെ മാറിയിരിക്കുന്നല്ലോ. അതൊരു വലിയ കഥയാണ്. പറയാം ബേബി. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. ഈ കുടിലിൽ ഇങ്ങനെ കഴിയുന്നു. ഇത്ര ചെറുപ്പത്തിലെ ഒരു സ്ത്രീക്ക് സഹിക്കാവുന്നതിലേറെ നീ സഹിച്ചു കഴിഞ്ഞല്ലോ ഗായത്രി. ആട്ടെ, നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? പറയാം ഗായത്രി. സത്യത്തിൽ എന്റെ അച്ഛൻ ഒരു സ്മഗ്ലർ ആയിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ ജയിലിലായി. സ്വത്തുക്കളെല്ലാം പിടിച്ചെടുത്തു. ജയിലിൽ വെച്ച് തന്നെ അച്ഛൻ മരിച്ചു. ഞാൻ തിരിച്ചു വന്നത് പുതിയൊരു മനുഷ്യനായിട്ടാണ്. കള്ളക്കടത്തുകാരെന്ന മുദ്രയോടുകൂടി. ഇനിയും അങ്ങനെ തന്നെ ജീവിക്കണം. പലതും നേടിയെടുക്കണം. അപ്പോൾ നമ്മൾ രണ്ടുപേരുടെ അവസ്ഥ ഒരുപോലെയാണ് അല്ലേ? അതോർത്ത് നീ വിഷമിക്കണ്ട. നിനക്കിനി എന്നും ഞാനുണ്ടായിരിക്കും.